സമയം പേര് ചൊല്ലി തിരുസന്നിധിയിലേക്ക് ആരാധിക്കുവാൻ, അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ പേര് ചൊല്ലി വിളിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പിതാവായ ദൈവമേ, അവിടുത്തെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നതെന്തോ ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. നല്ല ദൈവമേ, ആഴമായ വിശ്വാസത്തോടെ പ്രത്യാശയോടെ തിരുസന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നു. കർത്താവേ, നിന്നെ ആരാധിക്കുന്ന ഈ നിമിഷം ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അവിടുത്തെ വാഗ്ദാനമായ വിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങള് രണ്ടും നമുക്ക് ഉയർത്താം. കണ്ണുകളെ 16-ാം അധ്യായം അതിൽ 23-ാമത്തെ തിരുവചനത്തില് നമ്മൾ കാണും. ഈശോ പറയാണ്, ചില കാര്യങ്ങള് ഈശോ നമ്മളെ മനസ്സിലാക്കി തരുമ്പോൾ, പഠിപ്പിക്കുമ്പോൾ, നമ്മളോട് പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ ഈശോ പറയും, എന്ത് പറയും? 5 എന്ത് പറയും? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അല്ലെങ്കിൽ പറയും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അല്ലെങ്കിൽ വെറുതെ നോർമലായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുമ്പോഴാണ് ഈശോ റിപ്പീറ്റ് ചെയ്ത് പറയുക, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നതാ പറഞ്ഞേ? നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും പിതാവ് നിങ്ങൾക്ക് നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് ഈ വചനത്തിൽ വിശ്വസിക്കുന്നു? എത്ര പേര് വിശ്വസിക്കുന്നു ഈ വചനത്തില്? പിതാവിനോട് ചോദിക്കുന്നത് എന്തും അത് ആരുടെ നാമത്തിൽ? ആരുടെ നാമത്തിൽ? യേശുവിന്റെ നാമത്തിൽ ചോദിക്കണം. എന്തിനാ അങ്ങനെ ചോദിക്കുന്നേ? അതിനെ ആധികാരികത അങ്ങനെയുള്ളൂ. അതുകൊണ്ടാണ് യേശുവിന്റെ നാമത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ചോദിക്കണം. അവന്റെ നാമത്തിൽ നമ്മുടെ യുവങ്ങൾ, ആഗ്രഹങ്ങൾ നമ്മള് പിതാവിനോട് ചോദിക്കണം. എന്നിട്ട് എന്താ പറയുന്നത്? 24 പറയുന്നത്, അവിടെയാണ് പ്രശ്നം. അവിടെയാണ് പ്രശ്നം. ഇതുവരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. കണ്ടോ? അപ്പൊ യേശുവിന്റെ നാമത്തിൽ ആ അധികാരത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചോദിച്ചാൽ ചോദിക്കുന്നത് എന്തും നമുക്ക് ലഭിക്കും. എന്നിട്ട് പറയുകയാണ്, അങ്ങനെ ലഭിക്കുന്നതിലൂടെ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഇതുവരെ ചോദിച്ച എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ? ഉണ്ടോ? 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 ഒത്തിരി കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അല്ലേ? അതിലൂടെ നമ്മുടെ സന്തോഷം പൂർണ്ണമായിട്ടുണ്ടോ? ഉണ്ടോ? എവിടെ? ഒരു കാര്യം ചോദിച്ചിട്ട് അത് കിട്ടിക്കഴിഞ്ഞ് തൊട്ടടുത്ത നിമിഷം അതിന്റെ സന്തോഷം പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? സന്തോഷം പൂർണ്ണമായ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താ? ഒരു കാര്യം ചോദിച്ചിട്ട് അത് തന്നു, ആ സന്തോഷം എനിക്ക് പൂർണ്ണമായി. അടുത്ത സ്റ്റെപ്പ് എന്നിൽ നിന്ന് വരുന്നത് എന്താ? എന്നാ വരുന്നത്?
ഒരു കാര്യം ഞാൻ ചോദിച്ചു, എന്റെ അപ്പനോട് ഒരു കാര്യം ചോദിച്ചു. വളരെ സന്തോഷമായ കാര്യം ചെയ്ത് കിട്ടിയപ്പോ ഉടനെ തിരിച്ചു വന്നിട്ട് അപ്പനെ ചെയ്ത് വിളിച്ചിട്ട് പോകും. പിന്നെ എന്താ മിണ്ടാതിരിക്കുന്നത്? ആര് പറഞ്ഞു? ഇങ്ങോട്ട് വന്നില്ലല്ലോ. സന്തോഷം പൂർണ്ണമായാൽ പിന്നെ നമ്മിൽ നിന്ന് എന്താണ്? നന്ദിയുടെയും സ്തുതിയുടെയും ആരാധനയുടെയും സ്തുതികൾ ഉയർന്നുകൊണ്ടിരിക്കും, നന്ദികൾ ഉയർന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഉയരുമ്പോഴാണ് ഈ സന്തോഷം എന്നിൽ പൂർണ്ണമാകുന്നത്. പിന്നെ ടെൻഷനില്ല. ഇതിപ്പോ നമ്മൾ ചോദിച്ച് കിട്ടി ടെൻഷൻ മാറിയിട്ടുണ്ടോ? കാരണം അടുത്ത കാര്യത്തിലേക്ക് ഇടുന്നു, അടുത്ത സംഭവത്തിലേക്ക് ഇടുന്നു. അടുത്ത സംഭവം കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല. അപ്പൊ ഈ സന്തോഷത്തെക്കാൾ എന്ത് പറ്റി? ഇവിടെ ദുഃഖം, നിരാശ നമ്മളെ പിടികൂടാണ്ട്. ദുഃഖം, നിരാശ നമ്മളെ പിടികൂടിയാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ആരാധനയില്ല, പ്രാർത്ഥനയില്ല, സ്തുതിപ്പില്ല, കൂട്ടായ്മയില്ല. എന്തെങ്കിലും വരുത്തി തീർക്കാൻ വേണ്ടി ചിലപ്പോൾ പോയിരുന്നവരും ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നവരും. പക്ഷെ നിന്റെ ഹൃദയത്തിന്റെ തികവിൽ നിന്ന്, ഈ സമാധാനത്തിന്റെ പൂർണ്ണതയിൽ നിന്ന്, സന്തോഷത്തിന്റെ പൂർണ്ണതയിൽ നിന്ന് ഒരാരാധന ഉയരുന്നില്ല എന്നുള്ളത് കർത്താവിനെ ഇന്നും വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ചോദിക്കുമ്പോൾ വിശ്വാസത്തോടെ ചോദിക്കണം, പ്രത്യാശയോടെ ചോദിക്കണം. നമ്മൾ ചോദിച്ച കാര്യങ്ങള് നമുക്ക് ലഭിക്കാതെ പോയി. ഒരു സഹനത്തിലൂടെ ഒരു പക്ഷെ നമ്മളെ കർത്താവ് കടത്തിവിടും. ചില വിഷയങ്ങൾ ചോദിക്കുമ്പോൾ തരത്തിൽ എന്ത് ചെയ്ത് ആൻസർ അല്ലേ, എന്ത് ചെയ്താലും ഉത്തരം കിട്ടുന്നില്ല. ചില കാര്യങ്ങൾക്ക് അങ്ങനെയാണ്. പകരം നമ്മളെ ഒരു ഞെരുക്കത്തിലൂടെ കടത്തിവിടും, ഒരു സഹനത്തിലൂടെ കടത്തിവിടുന്നു. ഒരു ക്രൈസിസ് അത് വന്നിട്ട് അതിൽ നിന്നൊരു മോചനം കിട്ടുന്നില്ല. ഹല്ലേലൂയ. ഇതെന്തിനാണ് കർത്താവ് ഇങ്ങനെ അനുവദിക്കുന്നത്? തന്റെ മക്കളെന്ന് ചോദിക്കുമ്പോ കൊടുത്താൽ പോരെ? പോരെ 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 അല്ലേ? അത് നമ്മളെ ചോദിക്കുമ്പോ തന്നാ അവിടെ ഇരിക്കല്ലോ, ഇഷ്ടം പോകുന്നു. ഇങ്ങനെ തന്നാ വല്ല കുഴപ്പമുണ്ടോ? വല്ല കുഴപ്പമുണ്ടോ? അല്ല കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. ആ കുഴപ്പം എവിടെ കിടക്കുന്നത്? റോമാലേഖനത്തിൽ കിടപ്പുണ്ട്. 5-ാം അധ്യായത്തിന്റെ 4-ാം തിരുവചനം. റോമ 5:4 എടുത്ത് വായിച്ചേ. റോമ 5:4 എടുത്ത് വായിച്ചേ. എന്താ അവിടെ കിടക്കുന്നത്? എന്തിനാ കഷ്ടത? എന്തിനാ കഷ്ടത? എന്തിനാ കഷ്ടത? എന്തിനാ ഞെരുക്കം? ഈ ഞെരുക്കത്തിലൂടെ കടത്തിവിട്ട് നമ്മളെ സഹനശീലരാക്കാൻ വേണ്ടി, ഏത് സഹനവും ഏറ്റെടുക്കാനുള്ള ഒരു കരുത്ത് എനിക്കുണ്ടാകാൻ വേണ്ടി കർത്താവ് ഞെരുക്കത്തിലൂടെ എന്നെ കടത്തിവിടും. എന്നിട്ടോ ഈ സഹനശീലം, ആ സഹനശീലം എന്തിനാണ്? ആത്മധൈര്യം. 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 എന്താണ് ആത്മധൈര്യം? എന്തിനാണ് ആത്മധൈര്യം? എവിടെയും പതറാതെ നിൽക്കാൻ എനിക്ക് എന്ത് വേണം? ആത്മധൈര്യം വേണം. ആത്മധൈര്യം ഇല്ലാത്തവൻ എന്ത് ചെയ്യും? പാതറിപ്പോകും, വീണുപോകും, തകർന്നു പോകും. അവൻ നിരാശയിലേക്ക് കൂപ്പുകുത്തും. ആത്മധൈര്യം. ഈ ആത്മധൈര്യമോ, ഈ ആത്മധൈര്യമാണ് നമ്മളെ പ്രത്യാശയിലേക്ക് കൊണ്ടുപോകുക. ഈ ആത്മധൈര്യം പ്രത്യാശയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. ഈ പ്രത്യാശ, ഈ പ്രത്യാശ റോമാ 5:5 തുറന്നു വചനം. ഈ പ്രത്യാശ നിരാശരാക്കുന്നില്ല. കാരണം വായിച്ചേ, സ്ത്രീയിലേക്ക് വായിച്ചേ. കാരണം എന്താ? നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം
എന്തിനായി കഷ്ടത, എന്തിനായി സഹനം, എന്തിനായി ഞെരുക്കം, എന്തിനാ ദൈവത്തിന്റെ സ്നേഹം എന്നിൽ നിറയ്ക്കാൻ വേണ്ടി, എന്നിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി. ദൈവ സ്നേഹം, അപ്പന്റെ സ്നേഹം എന്നിൽ നിറയ്ക്കാൻ വേണ്ടി. അപ്പന്റെ സ്നേഹം നിറയെ കിട്ടാത്ത മക്കൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകും, അഭിമുഖീകരിക്കേണ്ടി വരും. എന്നാൽ അപ്പന്റെ സ്നേഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മകനെ സംബന്ധിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി, വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പന്റെ സ്നേഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മകനെ സംബന്ധിച്ച് അവന് ഭയമുണ്ടോ? ഒന്നിനെ കുറിച്ചും ഭയമില്ല. അവന് എപ്പോഴും പ്രത്യാശയായിരിക്കും. അവനിൽ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ഇങ്ങനെ പ്രൊഡക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവനിലേക്ക് നോക്കുമ്പോ തന്നെ നമുക്ക് ഒരു എനർജി കിട്ടും. കാരണം എന്താ? അപ്പന്റെ സ്നേഹം അവന്റെ ഉള്ളിൽ നിറഞ്ഞ് നിൽക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ഞെരുക്കം നല്ലതാണോ? അഞ്ചുമോളെ, നല്ലതാണോ? ഞെരുക്കം നല്ലതാണോ? സഹനം നല്ലതാണോ? അതോ നല്ലതാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ഇതിനെ നോക്കി പഴിക്കുന്നവരാണ്. ഇത്ര പ്രാർത്ഥിച്ചിട്ടും, ഇത്ര കൊന്തയിലിട്ടും, ഇത്ര ആരാധനയ്ക്ക് പോയിട്ടും, ദിവികാരുടെ മുമ്പിൽ നിന്നിട്ടും, മുട്ടുമടക്കിയിട്ടും, മുട്ടയിൽ പാറ പോലെ നയിമ്പ് വന്നിട്ടും എന്തേ കിട്ടാത്ത, ഒരു ഉത്തരം പോലും തരുന്നില്ലല്ലോ. പോസിറ്റീവായിട്ട് ഒരു എന്തെങ്കിലും ഒന്ന് എന്റെ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി തരുന്നില്ലല്ലോ. ഒന്നുമില്ലല്ലോ, ബ്ലാങ്ക് ആണല്ലോ. എന്തിനാണ്? അപ്പന്റെ സ്നേഹം കൊണ്ട് തന്നെ നിറയ്ക്കണം, നിന്നെ ഒരു ദൈവ പൈതലാക്കി മാറ്റാം, തമ്പുരാന്റെ കുഞ്ഞാക്കി നിന്നെ മാറ്റാം ദൈവം നമുക്ക് അനുവദിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തകർക്കാൻ വേണ്ടിയല്ല, നശിപ്പിക്കാൻ വേണ്ടിയല്ല, അവൻ സുഖപ്പെടുത്താൻ വേണ്ടിയാ മുറിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആണോ? മറ്റുള്ള മനുഷ്യര് എന്തിനാ മുറിപ്പെടുത്തുന്നേ? തകർക്കാൻ വേണ്ടിയാ, നശിപ്പിക്കാൻ വേണ്ടിയാ. ജെറമ്യാ 30:17 എന്തിനാ? അവൻ സുഖപ്പെടുത്തുന്ന കർത്താവ്, സുഖപ്പെടുത്താൻ വേണ്ടി അവൻ മുറിപ്പെടുത്തുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ വചനം പറയുന്നത്? ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ ഞാൻ സുഖപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് നമുക്കറിയാം, അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ഉരുവാകുന്ന നിമിഷം മുതൽ ഈ സമയം വരെ, ജനിച്ച് ഈ സമയം വരെ ആ വ്യക്തിക്ക് ധാരാളം മുറിവുകളുണ്ട്. ഇവിടെ ശാരീരികമായ മുറിവിനെ കുറിച്ചല്ല പറയുന്നത് കർത്താവ് സുഖപ്പെടുത്തുന്ന മുറിവ്. ഏത് മുറിവാണ്? ഏത് മുറിവാ? അമ്മയുടെ ഉദരത്തിലായിരുന്ന നിമിഷം മുതൽ കടന്നു വന്നിട്ടുള്ള എല്ലാ ആന്തരിക മുറിവുകളെയും കർത്താവ് സുഖപ്പെടുത്തും. കർത്താവ് സുഖപ്പെടുത്തും. അത് സുഖപ്പെടുത്താൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ. മുറിവേറ്റവന് മാത്രമേ കഴിയൂ. മുറിവേറ്റവന് മാത്രമേ കഴിയൂ. അവന്റെ മുറിവിലേക്ക് നിന്റെ മുറിവിനെ നീ ചേർത്ത് വെച്ചാൽ, അവന്റെ മുറിവിൽ നിന്നൊഴുകുന്ന ആ തിരിച്ചുവര നിന്റെ മുറിവിനെ കഴുകി സൗഖ്യമുള്ളതാക്കി മാറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാ പിതാവായ ദൈവം പറയുന്നത്. പിതാവായ ദൈവത്തിന് മുറിവുണ്ടോ? മുറിവ് മുഴുവൻ ഏറ്റെടുത്തത് പുത്രൻ തമ്പുരാനാ, അല്ലേ? പിതാവ് പറയുന്നത്, എന്റെ പുത്രന്റെ തിരുമുറിവിനാൽ നിനക്ക് സൗഖ്യമുണ്ട്, അവന്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യമുണ്ട്. 1 പത്രോസ് 2:24. എന്റെ പുത്രനാൽ നിന്നെ ഞാൻ വീണ്ടെടുക്കുകയാണ്. പുത്രന്റെ ബലിയുടെ അനന്ത യോഗ്യതയാൽ ഇതാ നീയും ഞാനുമായിട്ടുള്ള സകല ഇടപാടുകളും, സകല പ്രശ്നങ്ങളും, രമ്യതയില്ലാത്ത അവസ്ഥകൾ, ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റാത്ത ബലഹീനതകളും ബന്ധനങ്ങളും, തഴക്കം
ദോഷങ്ങളും ചെറുതും വലുതുമായിട്ടുള്ള പാവവും പാവ സാഹചര്യങ്ങളും പിതാവായ ദൈവം പറയണ എന്റെ പുത്രന്റെ തിരുമുറിവിനാൽ തിരുച്ചോരയാൽ തിരുബലിയാൽ ഇതാ ഞാൻ പൂർണ്ണമായി സുഖപ്പെടുത്തുകയാണ്. കാണുന്നില്ലേ? ഏശയ്യാ 59 നമ്മൾ കാണുന്നുണ്ടല്ലോ അല്ലേ? അവന്റെ മഹാകാരുണ്യത്തെ കുറിച്ച്, സ്നേഹത്തെ കുറിച്ച് വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നമ്മളെ മാടി വിളിക്കുന്ന ഒരു ദൈവം, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നീ എത്ര വലിയ കെട്ടിലായിക്കൊള്ളട്ടെ, ബലഹീനതയായിക്കൊള്ളട്ടെ, പാപത്തിലായിക്കൊള്ളട്ടെ, കർത്താവ് പറയുകയാണ് രമ്യതപ്പെടാം. ആ രമ്യതയുടെ പൂർത്തീകരണമാണ് ഇതാ ഇവിടെ കാൽവരിയിൽ നമ്മൾ കാണുക. അതുകൊണ്ടാണ് സ്നാപയോഹന്നാൻ യേശു കർത്താവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യോഹന്നാൻ 1:29 എന്താ? കുഞ്ഞാടിന്റെ ബലി, കുഞ്ഞാടിന്റെ ബലി കഴിച്ചുകൊണ്ട്, പാപപരിഹാര ബലി കഴിച്ചുകൊണ്ട് പഴയ നിയമത്തില് അവർ പാപമോചനം നേടിയിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോ ഏകബലി, പുത്രനെ നൽകി ഏകബലി അല്ലേ? നമ്മൾ അവിടെ വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു സംഭവം കാണുന്നുണ്ട്. പൂർവ്വപിതാവായ അബ്രഹാം ഇസ്ഹാക്കിനെ ബലി കഴിക്കാൻ മോറിയ മലയിലേക്ക് പോവുകയാണ്. ഏറ്റവും വാത്സല്യനിധിയായ പ്രായധിക്യത്തിന് ദൈവം കൊടുത്ത ഇസ്ഹാക്ക് മകൻ ചോദിക്കുന്നു, എല്ലാം അപ്പാ നമ്മുടെ കയ്യിലുണ്ടല്ലോ, വിറകുണ്ട്, തീയുണ്ട്, സർവ്വതുമുണ്ട്, എന്നാൽ ബലിക്കുള്ള കുഞ്ഞാട് എവിടെ? ബലിവസ്തു എവിടെ? വിശ്വാസം തികവിലായിരുന്ന പൂർവ്വപിതാവ് അബ്രഹാം പറയുന്നു, മോനെ അത് ദൈവം തന്നെ, ദൈവം തന്നെ നൽകും, ദൈവം തന്നെ ദൈവം നൽകിയ ആ കുഞ്ഞാടിനെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് സ്നാപയോഹന്നാൻ പറയുക, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ദൈവത്തിന്റെ കുഞ്ഞാട്. അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്. ഹല്ലേലൂയ. 1 യോഹന്നാൻ 2:2 അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്, ബലിയാണ്. അവന്റെ തിരുച്ചോരയാൽ 1 യോഹന്നാൻ 1:7 അവന്റെ തിരുരക്തം നമ്മളെ സകല പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, അതുകൊണ്ടാണ് അവനെ ആരാധിക്കണം, അവന്റെ നാമത്തെ മഹത്വപ്പെടുത്തണം എന്ന് കർത്താവ് നമ്മളോട് പറയുക. അവനെ ആരാധിക്കണം. ഇനി എന്താ ബലിവസ്തു? എന്താണ് ആരാധിക്കാൻ വരുമ്പോൾ നീ കൊണ്ടുവരുന്ന ബലിവസ്തു? എന്താണ് ആരാധന? എങ്ങനെയാണ് നീ ആരാധിക്കുന്നത്? എങ്ങനെയാണ് നീ ആരാധിക്കുന്നത്? വളരെ ക്ലിയർ ആയിട്ട് പൗലോസ് ശ്ലീഹ അതിന്റെ ഡെഫിനിഷൻ തരുന്നുണ്ട്. എന്താണ് ആരാധന? എങ്ങനെയാണ് ആരാധിക്കുന്നത്? റോമാലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നില്ലേ? നീ നിന്റെ ശരീരത്തെ വിശുദ്ധിയോടെ ദൈവത്തിന് പ്രീതികരമായ ഒരു സജീവ ബലിയായി നിന്നെ തന്നെ നീ കുട്ടിക്കണം. അതാണ് ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി കുട്ടിക്കുന്ന, സമർപ്പിക്കുന്ന ആ അവസ്ഥയ്ക്കാണ് യഥാർത്ഥമായ ആരാധന എന്ന് പറയുന്നത്. ഇവിടെ ഈ ആരാധനയിൽ ചോര ചിന്തേണ്ട ആവശ്യമില്ല, ഇവിടെ രക്തസാക്ഷിത്വമില്ല. എന്നാൽ പൂർണ്ണമായി ഒരു സജീവ ബലിയായി നിന്നെ തന്നെ നീ കുട്ടിക്കണം.
കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വസ്തു നമ്മൾ മറ്റൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ വസ്തുവിന്റെ മേൽ അവകാശമുണ്ടോ? ഉണ്ടോ? ഇല്ല. എന്നെ തന്നെ പൂർണ്ണമായും ദൈവത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ആരുടെ സ്വന്തമാണ്? എന്റെ ദൈവത്തിന്റെ സ്വന്തമാണ് ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തോന്നിയമാതിരി നമുക്ക് ചെയ്യാനോ നടക്കാനോ പറയാനോ പ്രവർത്തിക്കാനോ ഒന്നും പറ്റത്തില്ല. ഇവിടെയാ പ്രശ്നം. എന്തുകൊണ്ടാണ് ആരാധനയിൽ അഭിഷേകം വരാത്തത്? എന്തുകൊണ്ടാണ് അത്ഭുതങ്ങൾ സംഭവിക്കാത്തത്? ഞാൻ പറയും, ആരാധനയിലുള്ള പാകപ്പിഴകൾ മാത്രമാണ്. യഥാർത്ഥമായ ആരാധന എന്താണെന്ന് അറിയാതെ ആരാധിക്കുന്നതുകൊണ്ടാണ്. ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന എന്താണെന്ന് അറിയാതെ ചെറുപ്പകാലങ്ങളിൽ കണ്ടതും കേട്ടതും പഠിച്ചു വെച്ചിരിക്കുന്ന ചില സംഭവങ്ങൾ മാത്രം നമ്മളിങ്ങനെ ഒരു ട്രാക്കിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതല്ല കർത്താവ് ആഗ്രഹിക്കുന്ന ആരാധന. നീ നിന്നെ തന്നെ പൂർണ്ണമായും വിശുദ്ധിയോടെ നീ സമർപ്പിക്കുന്ന ഒരനുഭവമാണ് ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇങ്ങനെ ആരാധിച്ച അപ്പോസ്തലന്മാര് നമുക്കറിയാം. ഇന്ന് എവിടെയാ അവരൊക്കെ? പൂർണ്ണമായി സമർപ്പിച്ച് ആരാധിക്കുമ്പോൾ പിന്നെ അവിടെ വാളൊന്നും അവൻ കാണത്തില്ല കേട്ടോ. അമ്പയൊന്നും അവൻ കാണത്തില്ല. ഗത കൊണ്ടടിക്കുന്നതും അവൻ കാണത്തില്ല. ശിരസിനുമേൽ ഉയർത്തിപ്പിടിച്ച വാളൊന്നും അവൻ കാണത്തില്ലെന്നേ. പൂർണ്ണമായ സമർപ്പണത്തിലുള്ള ആരാധനയിൽ അവൻ കാണുന്നത് എന്താണ്? എസ്തഫാനോസ് കണ്ടതുപോലെ അവൻ കാണുന്നത് സ്വർഗമാണ്. സ്വർഗമാണ് അവൻ കാണുന്നത്. സ്വർഗീയ ദർശനമാണ് അവൻ കാണുന്നത്. അതിന്റെ ഇടയ്ക്ക് കഴുത്ത് വെട്ടിയോ കുന്തം കൊണ്ട് കുത്തിയോ അമ്പ ചെയ്തോ ഇതൊന്നും അവൻ അറിയുന്നില്ല. അവന്റെ ദൈവത്തോട് കൂടെയാണ്. അവന്റെ ആത്മാവ് അവനെ സൃഷ്ടിച്ച അവന്റെ അപ്പന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവൻ ലോകത്തിലുള്ളതൊന്നും അറിയുന്നില്ലേ. ഇത് ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ എത്ര വർഷമായി ആരാധിക്കാൻ തുടങ്ങിയിട്ട്? എത്ര വർഷമായി വചനം കേൾക്കാൻ തുടങ്ങിയിട്ട്? എത്ര വർഷമായി ബലിയർപ്പിക്കാൻ തുടങ്ങിയിട്ട്? എത്ര വർഷമായി മുട്ടുമേൽ നിന്ന് കൊന്തയും കർണക്കൊന്തയും ജപമാലൊക്കെ ചെല്ലാൻ തുടങ്ങിയിട്ട്? എന്തേ ഈ ഒരു അനുഭവം, ഈ ആരാധനയുടെ അനുഭവം ഇനിയും നമ്മളുടെ ഹൃദയത്തിലേക്ക് തറയാത്തത് എന്തേ? എന്നാ അന്ത്യകാലം അടുത്തു വരികയാണ്. അതിന്റെ സർവലക്ഷണങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തേ നമുക്കൊരു തിരിച്ചറിവില്ലാത്തത്? ആഴമായ ഒരു തിരിച്ചറിവിന്റെ കാലമാണിത്. മനസ്സിലാക്കേണ്ട ഒരു കാലമാണിത്. മനസ്സിലാക്കി ആരാധിക്കേണ്ട ഒരു കാലമാണിത്. ഹല്ലേലൂയ. നമ്മൾ എത്രയോ ധ്യാനങ്ങൾ ഇരിക്കുന്നു അല്ലേ? ഒരുപക്ഷെ നമ്മള് 100-ൽ താഴെ ധ്യാനം കൂടിയ മക്കളൊക്കെയാണ്. ഇപ്പോഴും ആരാധനയെ തമ്പുരാനുമായി ഒന്നായി തീരുവാൻ, ആ പേഴ്സണൽ ഗോഡ് സ്പിരിറ്റ് അനുഭവിക്കുവാൻ നമുക്ക് എന്തേ സാധിക്കാത്തത്? ഹല്ലേലൂയ. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. ഹല്ലേലൂയ. എന്തെങ്കിലും പ്രകാശം ചങ്കിനകത്ത് കാണാതെ, ചങ്കിനകത്തുണ്ടെങ്കിൽ എവിടെയുണ്ട്? അത് മുഖത്തുണ്ട്. ചങ്കിനകത്തുണ്ടെങ്കിൽ അത് മുഖത്തുണ്ട്. സംഗീതം 34:5. കാരണം അവൻ പ്രകാശമാണ്. അവനിൽ അന്ധകാരം ലേശം പോലുമില്ല. ആ പ്രകാശമായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അവനെയാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. പ്രകാശം എന്നിൽ ജ്വലിച്ചു നിന്നാൽ, കത്തി നിന്നാൽ ഞാനും ഒരു വിളക്കായി മാറും. കത്തുന്ന ഒരു വിളക്കായി ഞാനും മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈശോ പറഞ്ഞു, നിങ്ങൾ വിളക്ക് വെത്തി പറയണേ, അടിയിൽ വെക്കല്ല മക്കളെ. പ്രകാശമായി ഞാൻ നിന്നിൽ ഉദിച്ചിരിക്കുന്നു. നീ പിന്നെ ഈ പറയുടെ അടിയിലും മുറിയുടെ അടിയിലും ഗുഹയുടെ അടിയിലൊക്കെ കൊണ്ട് വെക്കല്ലേ. നീ ഒന്ന് പ്രകാശിക്കുക, മറ്റുള്ളവര് കാണട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് പറയുക, മക്കളെ വേണ്ട, ഭയപ്പെടണ്ട.
ഭയപ്പെടേണ്ട, ഞാനുണ്ട് കൂടെ. സംഭ്രമിക്കേണ്ട, ഞാനുണ്ട് കൂടെ. കർത്താവ് നമ്മളോട് പറയുകയാണ്. കർത്താവിനെ തേടുന്ന നിമിഷങ്ങളാണ് ഈ നിമിഷം, ആരാധിക്കുന്ന നിമിഷം. കർത്താവിനെ കണ്ടെത്തുന്ന നിമിഷങ്ങളാണ്. കർത്താവിന്റെ സാന്നിധ്യം ചങ്കിനുള്ളിലേക്ക് കടന്നു വരുന്ന നിമിഷങ്ങളാണ് ഈ ആരാധനയുടെ നിമിഷങ്ങൾ. കർത്താവിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ കർത്താവിനെ തേടി, ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. നമ്മൾ ഉത്തരമന്വേഷിച്ച് വിടുതലന്വേഷിച്ച് ലോകം മുഴുവൻ ഓടുകയാ. നീ തേടേണ്ടവനെ തേടിയോ? ഞാൻ കർത്താവിനെ തേടി. എന്താ എന്റെ അർത്ഥം? ഞാൻ കർത്താവിനെ അന്വേഷിച്ചു. നഷ്ടപ്പെട്ടവനെ അന്വേഷിക്കുള്ളൂ, അല്ലാത്തവനെ അന്വേഷിക്കുകയോ? ഇല്ല. എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? എന്നിൽ എന്റെ തമ്പുരാൻ നിറഞ്ഞു നിൽക്കുക. ദൈവം എന്നിൽ നിറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ കൂടെയാണെന്നേ. പിന്നെ ഞാൻ ദൈവത്തിനെ അന്വേഷിക്കണെന്തിനാ? അന്വേഷിച്ചാൽ നീ കണ്ടെത്തും. മറ്റെങ്ങും അന്വേഷിക്കാനില്ല, മറ്റൊന്നും കണ്ടെത്താനില്ല. ഒന്നു മാത്രം. അവൻ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. നീ അന്വേഷിക്കേണ്ടതാണ്, നീ കണ്ടെത്തേണ്ടതാണ്, നീ സ്വന്തമാക്കേണ്ടത് ഇതാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 42-ാം സങ്കീർത്തനം, 42-ാം സങ്കീർത്തനത്തില് നമ്മൾ കാണുകയാണ്. എന്താ അവിടെ കാണുന്നത്? 42-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ തിരുവചനം, നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ എന്റെ ദൈവമേ, എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു. ഈ അനുഭവം നമുക്കുണ്ടോ? ഉണ്ടോ? ദാഹജലത്തിന് വേണ്ടി കേഴുന്ന വേഴാമ്പലിനെ പോലെ കർത്താവിന് വേണ്ടി ദാഹിക്കുന്ന ഒരു ഹൃദയം എനിക്കുണ്ടോ? എന്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു, ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി തന്നെ. അവൻ മരിച്ച ദൈവമല്ല. മരണത്തെ അതിജീവിച്ച് ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി തന്നെ. വചനം പറയുകയാണ് 42-5, എന്റെ ആത്മാവെ നീ എന്തിനു വിഷാദിക്കുന്നു? നീ എന്തിന് വിഷാദിക്കുന്നു? നീ എന്തിന് നിർവീഴ്പ്പെടുന്നു? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. എന്റെ സഹായവും ദൈവവുമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും. കണ്ടു, എത്ര പുകഴ്ത്തിയിട്ടും മാറുന്നില്ല, എത്ര പറഞ്ഞിട്ടും മതിയാകുന്നില്ല. വീണ്ടും ഞാൻ ആരാധിക്കും, വീണ്ടും ഞാൻ പുകഴ്ത്തും, വീണ്ടും ഞാൻ മഹത്വപ്പെടുത്തും. കാരണമെന്താ? ഈ മഹാസ്നേഹത്തെ ഓർത്ത്, ഈ മഹാകാരുണ്യത്തെ ഓർത്ത്. കണ്ടോ, എന്തെന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവൻ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനം നൽകിയ പിതാവായ ദൈവം പുത്രൻ തമ്പുരാനെ ഒരു ബലിയായി നൽകിയ പിതാവായ ദൈവം. യോഹന്നാൻ 3:16 നമ്മളത് കാണുകയാണ്. അത്രമാത്രം നമ്മളെ സ്നേഹിച്ച ദൈവം, അത്രമാത്രം നമ്മളെ ചേർത്ത് പിടിച്ച ദൈവം ഈ ലോകത്തിൽ ആര് ചേർത്ത് പിടിക്കും? സ്വന്തം അപ്പൻ, അമ്മ, ഭർത്താവ്, ഭാര്യ? നോ, നെവർ. ഒരു വ്യക്തിയും ഇല്ല ഇത്രത്തോളം ചങ്കിലേക്ക് ചേർത്ത് വെച്ച പിടിച്ച ഒരു വ്യക്തിയും ലോകത്തിലില്ല. പറയും ഒരു പക്ഷേ കാര്യത്തോടടുക്കുമ്പോൾ അറിയാം സംഭവങ്ങൾ. ഇത് മാതൃകയായി മുൻപിൽ നിൽക്കുക. മഹാഭാവികളായിരുന്നിട്ട് കൂടിയും കാണുന്നില്ല റോമാഞ്ചിന്റെ 8 നാം ഭാവികളായിരിക്കെ കണ്ടോ, നീതിമാന്മാർക്ക് വേണ്ടി ആരെങ്കിലും ഒരുപക്ഷെ മരിച്ചേക്കാം, പക്ഷെ നാം ഭാവികളായിരിക്കെ ക്രിസ്തു മിശിഹ നമുക്ക് വേണ്ടി. ഈ വിചാരം നമ്മുടെ ചങ്കിനകത്തുണ്ടോ?
ഉണ്ടെങ്കിൽ നീ യഥാർത്ഥ ദൈവ പൈതലാണ്. നീ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന വ്യക്തിയാ. യോഹന്നാൻ 8:36 വചനപ്രകാരം യഥാർത്ഥ സ്വാതന്ത്ര്യം നീ അനുഭവിക്കുന്ന വ്യക്തിയാ. ഈ വിശ്വാസവും ഈ ചിന്തയും നിന്നിലുണ്ടെങ്കിൽ നീ ചക്കയ്ക്കും മാങ്ങയ്ക്കും കപ്പയ്ക്കും വേണ്ടി കിടന്ന് നിർവഹിക്കത്തില്ലെന്നേ. ഇന്ന് കാണുന്നതും നാളെ മാറ്റപ്പെടുന്നതുമായ സംഭവങ്ങൾക്ക് വേണ്ടി കരയത്തില്ലെന്നേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആ തമ്പുരാനെ ആരാധിക്കണ്ടേ, കർത്താവിനെ സ്തുതിക്കണ്ടേ, ആ കർത്താവിന്റെ ആത്മാവ് കൊണ്ടെന്ന് നിറയാൻ ആഗ്രഹിക്കണ്ടേ. ദൈവത്തിന്റെ ആത്മാവ് അല്ലേ, അന്ത്യകാല അഭിഷേകമാണ്. ഒരു വചനം കൂടെ ധ്യാനിച്ച് പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകത്തിന് വേണ്ടി, ദൈവസാന്നിധ്യത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. സകല കെട്ടുകളും അഴിയും, സകല കെട്ടുകളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ആരുടെ നാമത്തിലാണ്? യേശുവിന്റെ നാമത്തിൽ. ആ നാമത്തിന് മുകളിൽ മറ്റൊരു നാമവുമില്ല, മറ്റൊരു നാമവുമില്ല. അവന്റെ വചനത്തിന് മുകളിൽ മറ്റൊരു വചനമില്ല, അവന്റെ നാമത്തിന് മുകളിൽ മറ്റൊരു നാമവും ഇല്ല. യേശുനാമം യേശുനാമം അത് അതിശയനാമം തന്നെയാണ്. ലോകത്തിൽ ഒരിടത്തുമില്ലാത്ത നാമത്തിനേക്കാൾ ഉപരിയായ നാമം അല്ലേ? പിതാവായ ദൈവം നൽകിയ നാമം യേശു. അവൻ രക്ഷിക്കുന്ന ദൈവം എന്നർത്ഥം, അവൻ രക്ഷിക്കുന്നവരെന്നർത്ഥം. യേശു. നീ ആ വാക്ക് ഉച്ചരിക്കുമ്പോൾ തന്നെ ഇതാ രക്ഷ നിലയിലേക്ക് കടന്നു വരികയാണ്, വിടുതലിലേക്ക് കടന്നു വരികയാണ്. മറ്റൊന്നിനെയും കുറിച്ച് നീ ചിന്തിക്കേണ്ട. ഒരു വചനം കൂടെ വായിച്ച് ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. 44-ാം സങ്കീർത്തനം അതിന്റെ 7-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്: നീ നീതിയെ സ്നേഹിക്കുകയും ദുഷ്ടതയെ വെറുക്കുകയും ചെയ്യുന്നു. ഞാൻ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണോ എന്ന് ചിന്തിക്കണം. ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. നീ നീതിയെ സ്നേഹിക്കുകയും, നീതി സമം റൈച്ചസ്നസ്, നീതി സമം ദൈവം. ദൈവം നീതി എവിടെയാ? നീതി എന്ന് പറയുന്നത്, ദൈവത്തിലുള്ള നീതിമാൻ എന്ന് പറയുന്നത് ആരാ? ദൈവത്തിന്റെ കുഞ്ഞാ, പൈതല. ഒരു നീതിമാനുണ്ടാവും, ദൈവത്തിന്റെ പൈതല. മനസ്സിലായി? നീ നീതിയെ സ്നേഹിക്കുകയും ദുഷ്ടതയെ വെറുക്കുകയും. കണ്ടോ? നീതി സമം ദൈവം, ദുഷ്ടത സമം കണ്ടോ? നീതി, ദുഷ്ടത, ദൈവം, സാത്താൻ. ആകയാൽ ദൈവം, നിന്റെ ദൈവം, പേഴ്സണൽ ഗോഡ്, എന്റെ ദൈവം, എന്റെ ദൈവം, എന്റെ ദൈവം നിന്നെ മറ്റുള്ളവരിൽ നിന്ന് ഉയർത്തി. എന്റെ ദൈവം എന്നെ മറ്റുള്ളവരിൽ നിന്ന് ഉയർത്തി ആനന്ദത്തിന്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആനന്ദത്തിന്റെ തൈലമാണ് പരിശുദ്ധ റൂഹായുടെ ആവാസം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തിലൊക്കെ കാണുന്നു, അഭിഷേക തൈലം ഒഴിച്ച് ഒരു വ്യക്തിയെ എന്ത് ചെയ്യുന്നു? അഭിഷേക തൈലം ഒഴിച്ച് അഭിഷേകം ചെയ്യുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരുന്നു. എന്നാൽ ഇന്ന് ഈ കൃപായുഗത്തില്, ഈ പുതിയ നിയമത്തിൽ ജീവിക്കുന്ന നമുക്ക് ഇതൊന്ന് വിശ്വസിച്ച്, ഇതൊന്ന് ചങ്കിലേക്ക് ഏറ്റെടുത്ത് അവനെ ഒന്ന് ആരാധിച്ചാൽ മതി, അവനെ ഒന്ന് സ്തുതിച്ചാൽ മതി. ആ നിമിഷം തന്നെ ഈ അഭിഷേക തൈലം, ഈ അഭിഷേക തൈലം എന്റെ ശിരസ് മുതൽ പാദം വരെ അവൻ ഒഴുക്കി തന്ന് എന്നെ ദൈവ പൈതലാക്കി മാറ്റി.
നിർമ്മല മനസാക്ഷിയുള്ള വ്യക്തിത്വമാക്കി മാറ്റി, അവന്റെ സ്വന്തമാക്കി മാറ്റി. ഇന്ന് എന്നെ അവൻ സ്വീകരിക്കുന്ന സമയമാ, ദിവസമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് മക്കളെ, അപ്രതീക്ഷിതമായിട്ടൊന്നും കടന്നു വന്നവരല്ല നമ്മള്. അനാദിയിലെ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ദൈവം വിളിച്ച് ചേർത്തവരാ, ദൈവം പേര് ചൊല്ലി വിളിച്ചവരാ. എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ഒരുവനും എന്റെ അടുക്കൽ വരികയില്ല എന്ന് ഈശോ പറഞ്ഞുവെങ്കിൽ അത് ദൈവവചനമാണ്. ആ വചനം സത്യമെങ്കിൽ ഇന്ന് കടന്നു വന്നിരിക്കുന്ന മക്കളുടെ മേൽ ഈ അഭിഷേക തൈലം കർത്താവ് ചൊരിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.